ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. വോട്ട് വണ്ടി ആൻഡ് ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കാളികാവ് പഞ്ചായത്തിലെ അഞ്ചച്ചോടി വാർഡിലെ അബ്ദുറഹ്മാൻ ഖാനാണ്. നമുക്ക് അബ്ദുറഹ്മാൻ ഖാന്റെ വിശേഷങ്ങളൊക്കെ. കാളികാവ് പഞ്ചായത്ത് അഞ്ചച്ചോടി വാർഡിലെ അബ്ദുറഹ്മാൻ ഖാൻ, സ്വാഗതം അബ്ദുറഹ്മാൻ ഖാൻ. ഹലോ, വെൽക്കം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടുള്ളൊരു ചുവടുവെപ്പാണ്? അല്ലല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം മത്സരിച്ചാണ്, പക്ഷെ അന്ന് എൻ്റെ പത്രിക തള്ളിപ്പോയി. ഈ അഞ്ചച്ചോടി വാർഡ് തന്നെ സൂക്ഷ്മ പരിശോധന തള്ളിപ്പോയി. അന്ന് സംഭവിച്ചത് എന്നെ പിന്താങ്ങിയത് പുറത്ത് മറ്റുള്ള വാർഡിലെ ആളായിരുന്നു. അതിൽ തള്ളിപ്പോയതാണ്. അപ്പോൾ അന്ന് എൻ്റെ ഡെമ്മി സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിച്ചത്. പിന്നെ അന്ന് ഇവിടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പം മുതലേ CPM അനുഭാവി? അല്ലല്ല, ചെറുപ്പം മുതൽ ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തന, യൂത്ത് ലീഗിലൂടെ ആണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. അഞ്ചച്ചോടി യൂത്ത് ലീഗിൽ എൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെ കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനൊരു പ്രവാസിയായിട്ടാണ്, പിന്നെ അതിനുശേഷം ഞാൻ പ്രവാസിയായത്. കാളികാവ് പഞ്ചായത്തിൽ 3 രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു വാർഡാണ്. അതെ, നിങ്ങളെ വാർഡ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് നോക്കിക്കാണുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 മതസംഘടനകൾ എന്ന് പറയുന്ന പോലെയാണ്. 2 മുസ്ലിം ലീഗും അതുപോലെ തന്നെ SDPയും 2 മുന്നണികളാണ്, 2 പാർട്ടികളാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും അഞ്ചച്ചോടിയിൽ ഒരു പിന്നെ CPMന്റെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട്, അതായത് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ആദ്യമായിരിക്കും. ഇതുവരെ ഇവിടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. നമ്മുടെ ചാത്തുക്കുട്ടി സാർ മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്, പാർട്ടി ചിഹ്നത്തിലല്ല. അല്ല, റിബലുകളായിട്ടാണ് ഒരേ പേരൊപ്പിച്ച് വരാറ്. പക്ഷെ കളികാവിലെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒപ്പിച്ച് തന്നെ ഒരു LDFന്റെ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ, 2 അബ്ദുറഹ്മാൻ, അതിലെന്തെങ്കിലും ഇല്ല? അത് തികച്ചും ഒരു യാദൃശ്ചികമായിട്ടാണ്. ഞങ്ങളത് ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ മറ്റുള്ളവർ അത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ പ്രവാസം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ്, ഞാനൊരു പാർട്ടി മെമ്പറാണ്. അപ്പോൾ പാർട്ടി മെമ്പറായി പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് അവർ പാർട്ടി എന്നോട് ഇവിടെ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് പോലും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം പാർട്ടി അല്ല ഞാൻ ഇവിടെ ഇവിടെ ഞാനൊരു പാർട്ടി മെമ്പർ എന്നുള്ള ശരിക്കാണ് ഇവിടെ മത്സരത്തിന് വന്നത്. ആ ബേസിലൊരു വോട്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ? ഏത് ഒരേ പേരില്? അപ്പൊ UDFന്റെ ശക്തമായ വോട്ട് ബേസുള്ള ഒരു വാർഡാണ്. ഇല്ല, അതേ ഒരു തികച്ചും യാദൃശ്ചികമാണ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ സംഭവിക്കാം, പറയാൻ പറ്റില്ല. എങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യാദൃശ്യമായി വന്നതാണ്. പക്ഷെ അതിലൊന്നും ഞങ്ങൾ അത്ര കാര്യം കാണുന്നില്ല. പാർട്ടിക്ക് നല്ലൊരു പിന്നെ ബേസുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ. ആര് വരും ഇവിടെ 3ാം സ്ഥാനത്ത്? 3ാം സ്ഥാനത്ത് ഇവിടെ ആര് വരും എന്നുള്ളത് മിക്കവാറും അത് പിന്നെ ഇവിടെ ശരിക്കും മത്സരിക്കുന്നത് LDFും UDFും. മറ്റവർ അവരെ നിലനിൽപ്പ് കാളി പഞ്ചായത്തിന്, അവർക്ക് പഞ്ചായത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ അത്ര വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രം മത്സരിക്കുന്ന പാർട്ടിയാണ് SDP. പക്ഷേ അവർ ഇവിടെ ഒരു വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ്. അവർ ചിത്രത്തിലില്ല. ഫീൽഡ് വർക്ക് കഴിഞ്ഞപ്പോൾ എത്ര റൗണ്ട് പോയി? ഇപ്പോൾ ഫീൽഡ് വർക്ക് 2 റൗണ്ട് ഞാൻ മാത്രം ചുറ്റി, 1 റൗണ്ട് എല്ലാ വീടുകളിലും എത്തി. പിന്നെ ഫീൽഡ് വർക്ക് 1 റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷ ഒന്നതാണ്. പ്രത്യേകിച്ചും ഇവിടെ ഇതുവരെ ജയിച്ചു വന്നത് മുസ്ലിം ലീഗ് ഒരു സ്ഥലമാണിത്, വാർഡാണിത്. പക്ഷെ ഇപ്പോൾ പല നിരക്കും അനുകൂല, പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതൊന്നും ഇവിടെ നടന്നിട്ട് കാളിയുടെ സംശയമാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൽ നിന്ന് പലവരും, എൻ്റെ സുഹൃത്തുക്കൾ, പഴയ കാല സുഹൃത്തുക്കൾ പറഞ്ഞു ഇവിടെ മത്സരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയും, ഞാൻ പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് വേണ്ടാന്ന് പറഞ്ഞ് നിന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ പലരും എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിനെ ആയി വന്നത്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു വാർഡാണ് അഞ്ചച്ചോടി. അപ്പോൾ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് വളരെ പ്രതീക്ഷയിലാണ്? തികച്ചും നല്ല പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവിധ വിദ്യാഭ്യാസം. ഓക്കെ.